അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന താരി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനാണ് കേട്ടോ. താരി എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സോറി, മൊത്തം തെറ്റിപ്പോയി. റൗണ്ട് അബൌട്ട് താരി. അപ്പോൾ താരി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ബ്രിസ്ബെയിനൊക്കെ പോകുന്നവർ മിക്കവരും തന്നെ ഫുഡ് കഴിക്കാനും അങ്ങനെ ഒരു സ്റ്റേ എടുക്കാനൊക്കെ ആയിട്ട് അതൊന്ന് ചില്ല് ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലമാണ് താരി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുറേ ബിഗ് തിങ്സ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞുള്ള സംഭവമുണ്ട്. ബിഗ് തിങ്സ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ അതിനകത്ത് ഓയിസ്റ്റർ ഷേപ്പിലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് താരിയിലാണ്. അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടായിരുന്നു ബിഗ് തിങ്സ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വലിയ വലിയ സാധനങ്ങളുടെ ഇങ്ങനെ പടങ്ങൾ ഇങ്ങനെ കൊടുത്തതാണ്. ഓയിസ്റ്റർ, ബനാന അങ്ങനെയുള്ള സംഭവം. ഇപ്പോൾ കോഫ്സ് ഹാർബറിലുള്ള സംഭവമാണ് ബിഗ് ബനാന. ഇപ്പോൾ ടാരിയിലുള്ള സംഭവമാണ് ഓയിസ്റ്ററിൻ്റെ ഇത്. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. താരിയൊക്കെ കണ്ട എന്ത് രസമാണെന്ന് നോക്കിയത്. അയർലൻഡൊക്കെ മാതിരി തന്നെ ഇരിക്കുന്നു കേട്ടോ. കൃഷിസ്ഥലങ്ങളും കുതിരയും പശുവൊക്കെ മേട സ്ഥലങ്ങളാന്ന് തോന്നുന്നു. രണ്ട് സ്ഥലവും ഇങ്ങനെ കൃഷിസ്ഥലമൊക്കെ ആയിട്ട്. താരി എനിക്കൊരു 60 കിലോമീറ്റർ സോണാണിത്. ഓൾ സീസൺസ് കൺട്രി ലോഡ്ജ്. ലോഡ്ജുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആളുകൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്യണത്. കാരണം ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ക്വയറ്റാണ്. പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഏരിയക്ക്. പിന്നെ ഒരുപാട് മലയാളികളുള്ള സ്ഥലം കേട്ടോ. മലയാളികളില്ലാത്ത സ്ഥലം ഇല്ല. ഓസ്ട്രേലിയയിലെ ഏത് ഉൾഗ്രാമത്തിൽ പോയി നോക്കിയാലും മലയാളികളുണ്ടാവും. പിന്നെ നമ്മൾ കയറുന്ന താരിയുടെ തന്നെ ഒരു അടിപൊളി ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു വമ്പൻ ബ്രിഡ്ജാണിത് കണ്ടോ. വിങ്ഹാം കെംസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിവർ ക്രോസ് ചെയ്താലാണ് താരി. അപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ മഴയത്ത് ഇവിടെയൊക്കെ ഭയങ്കര ഫ്ലഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിവറിൻ്റെ കളറ് കണ്ടോ. റിവറൊക്കെ കലങ്ങി മറഞ്ഞ് കിടക്കുകയാണ്. വലിയ മരങ്ങളൊക്കെ കട്ടപ്പുഴയ്ക്ക് വന്ന് കിടക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഭയങ്കര ഫ്ലഡായിരുന്നു ഇവിടെ. ഈ ബ്രിഡ്ജ് കടന്നെത്തുന്ന സ്ഥലമാണ് വിൻകം കെംസെ താരി എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ്. പക്ഷെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല രസമുണ്ട്. ലെഫ്റ്റ് ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പയ്യെ അങ്ങോട്ട് പോവാം. ഈ റിവറിൻ്റെ ഒരു ബ്യൂട്ടി കണ്ട. ഇതാണ് ആ ബ്രിഡ്ജ് നമ്മൾ വന്നത്. ഇനി നമ്മളിതിങ്ങനെ പോയിട്ട് കണ്ട ആ റിവറിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കാണും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ താരിയിലാണ്. താരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഈ താരി എന്ന് പറഞ്ഞ ഒരു ക്യൂൻസ്ലാൻഡിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ആളുകൾ ഒത്തിരി ബ്രേക്ക് എടുക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് ഒരു വലിയൊരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ താരിയിലായിട്ട് എൻ്റർ ചെയ്യുന്നത്. ഇതാണ് താരി. താരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന.
അപ്പം നല്ല വെയിലായി തുടങ്ങിയിട്ടോ, അത് കാരണം നല്ല രസമാണ് കാണാൻ. ഇതാണ് താരി. ഒത്തിരി റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. നമ്മളിനി ബിഗ് ഓയിസ്റ്റർ കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ടൗണിൻ്റെ നമ്മളൊരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇത് കുറേ റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകളാട്ടോ ഈ സൈഡ് മൊത്തം. സൂപ്പർ ചീപ്പ് ഓട്ടോ ഉണ്ട് ഇവിടെ. എന്താ സംഭവം? ബിഗ് ഓയിസ്റ്റർ. ഇത് ശരിക്കും ഒരു ഷോറൂമിന്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കണേ കേട്ടോ, ഓയിസ്റ്ററിന്റെ ഷേപ്പില്. ഓക്കേ, ഇതാണ് സംഭവം. താരി. അപ്പം ടാരിയിൽ നമ്മൾ ബിഗ് ഓയിസ്റ്റർ എന്നുള്ളൊരു സംഭവം കണ്ടു. ഇനി നമ്മൾ നേരെ കോഫ്സ് ഹാർബറിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 2-2.5 മണിക്കൂറുണ്ട്. കോഫ്സ് ഹാർബർ 229 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത്.